അസാബബി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നൽകുക. നുസീബു അല്ലെങ്കിൽ ബാധിപ്പിക്കുക. നുസീബു ബി റഹ്മത്തിന, നമ്മുടെ കാരുണ്യം നാം ബാധിപ്പിക്കുന്നു അല്ലെങ്കിൽ നൽകുന്നു. നുസീബു ബി റഹ്മത്തിന മൻ നശാ, നാം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നാം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നമ്മുടെ റഹ്മത്തിനെ നാം ബാധിപ്പിക്കുന്നു, അഥവാ അവർക്ക് നമ്മുടെ റഹ്മത്തിനെ നാം നൽകുന്നു. വലാ നുളീഉ, നാം ഒരിക്കലും പാഴാക്കുകയില്ല. അദാഅ യുളീഉ ഇദാഅതൻ, അദാഅ എന്ന് പറഞ്ഞാൽ പാഴാക്കുക, ഇദാഅത്ത് പാഴാക്കൽ. വലാ നുളീഉ, നാം പാഴാക്കുകയില്ല അജ്റൽ മുഹ്സിനീൻ, സുഹൃതവാന്മാരുടെ പ്രതിഫലത്തെ, മുഹ്സിനീങ്ങളുടെ ഇഹ്സാനിൻ്റെ ആളുകളുടെ പ്രതിഫലത്തെ നാം പാഴാക്കുകയില്ല. അപ്പോൾ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ ചില കാര്യങ്ങളാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം മനസ്സിലാക്കി തരുന്നതിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങൾക്കും അള്ളാഹു ഈ ആയത്തിലൂടെ നൽകുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവനെ അനുസരിച്ച് ജീവിക്കുന്ന, അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഇഖ്ലാസിൻ്റെ ആളുകളുടെ വിഷയത്തിൽ റബ്ബിന് വ്യക്തമായ തീരുമാനമുണ്ട്. അവർ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഈ ഭൂമിയിൽ അള്ളാഹു അവർക്ക് ആധിപത്യം നൽകും, സ്ഥാനമാനങ്ങൾ നൽകും, അവർക്ക് സൗകര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുന്നതാണ്. പക്ഷേ അതിന് കാലതാമസമുണ്ട്. മനുഷ്യരിൽ നിന്ന് ശക്തമായ പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ ശക്തമായ ക്ഷമ അവലംബിക്കുന്ന അവസ്ഥ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ച് അറിയുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർദ്, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മിസ്റിൽ നാം വ്യക്തമായ സൗകര്യം ചെയ്തു കൊടുത്തു, ആധിപത്യം നൽകി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടിട്ടുണ്ട്. അതൊരു കടുത്ത പരീക്ഷണമായിരുന്നു. പിന്നീട് യാത്രാസംഘം എടുത്തു കൊണ്ടുപോവുകയാണ്. പിന്നീട് ആ കൊട്ടാരത്തിൽ, മന്ത്രിയുടെ കൊട്ടാരത്തിൽ സ്ഥാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടെങ്കിലും പദവിയിൽ അടിമ എന്നുള്ളതായിരുന്നു. അവിടെയുള്ള സേവകൻ എന്ന ഒരു പദവിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അതിനുശേഷം വർഷങ്ങളോളം ജയിലിൽ കിടന്നു. അതിനെല്ലാം ശേഷമാണ് സുദീർഘമായ വർഷങ്ങളിൽ നീണ്ടുനിന്ന നിരന്തരമായ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഈ മക്കാനത്ത് ലഭിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു പ്രവാചകന് പോലും അള്ളാഹു ഒരു മക്കാനത്ത് നൽകുമ്പോൾ ആ പ്രവാചകനെ എത്രമാത്രം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ തഖ്വയിലും ഈമാനിലും ഇഖ്ലാസിലും എത്ര മുന്തിയ അവസ്ഥയിലാണെങ്കിലും ആ വ്യക്തിക്ക് ഒരു മക്കാനത്ത് ലഭിക്കാൻ ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നു പോവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും ഒരിക്കലും ധരിക്കരുത്, നമ്മളൊക്കെ മുഅ്മിനുകളല്ലേ, മുസ്ലിമീങ്ങളല്ലേ, എല്ലാ സൗകര്യവും നമുക്ക് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല, എപ്പോഴും ആഗ്രഹിച്ചതൊക്കെ എന്തുകൊണ്ട് ലഭിക്കുന്നില്ല, എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ എന്തുകൊണ്ട് കേൾക്കപ്പെടുന്നില്ല, അങ്ങനെ ചിന്തിക്കരുത്. അതിനൊക്കെ അള്ളാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ട്, സന്ദർഭമുണ്ട്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നൽകുക തന്നെ ചെയ്യും. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ ക്ഷമയെ അള്ളാഹു പരിശോധിക്കും, നമ്മുടെ ഈമാനിൻ്റെ ശക്തിയെ അള്ളാഹു പരിശോധിക്കും. അങ്ങനെ നിരന്തരമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ഭൂമിയിൽ, മിസ്റിൽ, ആ പ്രദേശത്ത്, ആ നാട്ടിൽ സൗകര്യം നൽകി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ജയിലിൽ അടക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ കിണറ്റിൽ അകപ്പെട്ട അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് യതബവ്വഉ മിൻഹാ ഹൈസു യശാ, എവിടെയാണോ, അഥവാ ഹൈസു യശാഉ എന്നാ പറഞ്ഞത്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്കാണ് അതിൻ്റെ ലമീർ മടങ്ങുന്നത്. യൂസുഫ് നബിക്ക് എവിടെയാണോ ആഗ്രഹം അവിടെ താമസിക്കാം, ഏത് നിലക്കുള്ള വീട്ടിലും താമസിക്കാം. അവിടെ മുഫസ്സിരീങ്ങൾ 3 കാര്യങ്ങളാണ് അതിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന്, ഏത് വകുപ്പും രാജാവ് നൽകാൻ തയ്യാറാണ്, ഇഷ്ടമുള്ള വകുപ്പ് പറയാം, ഒന്നതാണ്. അപ്പോൾ ആ രാജ്യത്ത് ഏറ്റവും നല്ല വകുപ്പുകൾ ഏതാണോ യൂസുഫ് നബിക്ക് തിരഞ്ഞെടുക്കാം, അത്രയും സൗകര്യം ചെയ്തു കൊടുത്തു, ഒന്നതാണ്. രണ്ടാമത്തത്, മിസ്റിൽ എവിടെ വേണമെങ്കിലും വീട് വെക്കാം. യാത്ര ചെയ്യുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ
എവിടൊക്കെയാണോ വീട് വേണ്ടത് അവിടെയൊക്കെ വീട് വെക്കാം. നോക്കൂ നിങ്ങൾ, ജയിലിൽ നിന്ന്, പൊട്ടക്കിണറ്റിൽ നിന്ന് അള്ളാഹു പിന്നീട് നൽകിയ സ്ഥാനം എവിടെ വേണമെങ്കിലും വീട് വെക്കാം. മൂന്നാമത്തത്, തൻ്റെ പദവിക്കനുസരിച്ചുള്ള എത്ര സൗകര്യമുള്ള വീടും വെക്കാം. എത്ര സൗകര്യമുള്ള വീടും വെക്കാം. ഈ നിലക്കൊക്കെ അവിടെയുള്ള എല്ലാ സ്ഥാനങ്ങളും നൽകുകയുണ്ടായി. അതാണ് യതബവ്വഉ മിൻഹ, അദ്ദേഹത്തിന് അവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കാം. ഹൈസു യശാഉ, യഥേഷ്ടം അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ രാജാവ് അതിന് റെഡിയാണ്. അത് അള്ളാഹു നൽകിയ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നുസീബു ബിറഹ്മതിന മൻ നശാ, നാം ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് നമ്മുടെ റഹ്മത്തിനെ നാം ബാധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ റഹ്മത്തിനെ നാം നൽകുന്നു. ഇത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. പടച്ച റബ്ബ് ഒരു അടിമയോട് റഹ്മത്ത് കാണിച്ചാൽ പിന്നെ അതിനെ തടയാൻ ഒരാൾക്കും കഴിയില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത, അള്ളാഹു നൽകിയതിനെ തടയാനോ തടഞ്ഞതിനെ നൽകാനോ ഒരാൾക്കും കഴിയില്ല. നുസീബു ബിറഹ്മതിനാ മൻ നശാ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ അവസാനിപ്പിക്കുന്നത് ഈ ഒരു അവസ്ഥ യൂസുഫ് നബിയിൽ ഒതുങ്ങുന്നതല്ല എന്ന് പറയാനാണ്. വലാ നുദീഉ അജ്റൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളുടെ പ്രതിഫലത്തെ നാം ഒരിക്കലും പാഴാക്കി കളയുകയില്ല. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഇഹ്സാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്, അള്ളാഹുവിനെ നേരിട്ട് കാണുന്നത് പോലെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ്. അതാണ് ഇഹ്സാൻ. അല്ലെങ്കിൽ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ്. അത്രയും ഇഖ്ലാസോടുകൂടി സമൂഹത്തിന് നന്മ ചെയ്തു കൊടുക്കുന്ന ആളുകൾക്കാണ് മുഹ്സിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ട 2 സഹോദരന്മാർ പറഞ്ഞത്, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, താങ്കൾ ഒരു സുഹൃതവാനാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഒരു നല്ല മനുഷ്യനാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്രകാരം ആത്മാർത്ഥമായി നന്മ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലത്തെ നാം കുറച്ച് കളയുകയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം മുഹ്സിനീങ്ങളിൽപ്പെട്ട ആളാണ്. അവർക്കുള്ള പ്രതിഫലം നാം കുറച്ച് കളയുകയില്ല എന്ന് പറയുമ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന പരീക്ഷണങ്ങളൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതിഫലത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അത് പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവൂല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത്, അസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾ വെറുക്കുന്നതിൽ നിങ്ങൾക്ക് ഖൈറുണ്ടാകും, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിങ്ങൾക്ക് ഷർറുമുണ്ടാകും. അള്ളാഹുവിനാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണങ്ങളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഈ ഒരു മക്കാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ആ അടിമക്ക് അള്ളാഹു ഒരു സ്ഥാനം നൽകാൻ ഉദ്ദേശിക്കും. ആ സ്ഥാനത്തേക്കെത്താനുള്ള അമലുകളില്ലെങ്കിൽ ആ വ്യക്തിയെ അള്ളാഹു പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും. ആ വ്യക്തിയിൽ ആ സ്ഥാനത്തേക്കെത്താനുള്ള അമലില്ലെങ്കിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും. ആ പരീക്ഷണത്തിൽ ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആ സ്ഥാനം നൽകും സ്വർഗത്തിൽ. എന്നതുപോലെ ഒരു മനുഷ്യന് അള്ളാഹു ഒരു സ്ഥാനം ഉദ്ദേശിച്ചാൽ ആ വ്യക്തിക്ക് അള്ളാഹു കടുത്ത പരീക്ഷണങ്ങൾ നൽകും. ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അള്ളാഹു ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവരെ പരീക്ഷിക്കും. എന്തിനാണ്? ഈ ദറജ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കടന്നുപോയ പരീക്ഷണങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഖൈറിലേക്കുള്ള സഞ്ചാരമാണ്, ഒരു നന്മയിലേക്കുള്ള യാത്രയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിച്ചതൊക്കെ എന്തിനു വേണ്ടിയാണ്? ദുനിയാവിലും പിന്നീട് ആഖിറത്തിലും ഏറ്റവും മഹനീയമായ സ്ഥാനത്തെത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സുഹൃതവാന്മാരുടെ പ്രതിഫലത്തെ അള്ളാഹു കുറയ്ക്കൂല. ഇന്നല്ലെങ്കിൽ നാളെ അവർ ചെയ്ത നന്മയുടെ നല്ല ഫലങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവർ അനുഭവിക്കും. ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന വല അജ്റുൽ ആഖിറതി ഖൈർ വല നിഅമ ദാറുൽ മുത്തഖീൻ. സുഹൃതം ചെയ്തവർക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഖൈറുണ്ട്, എന്നാൽ പരലോകത്തെ ഖൈറാണ് കൂടുതൽ മെച്ചപ്പെട്ടത്. വലാ നുദീഉ അജ്റൽ മുഹ്സിനീൻ, സുഹൃതവാന്മാരുടെ പ്രതിഫലത്തെ നാം ഒരിക്കലും കുറച്ചു കളയുകയില്ല എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മഹാനായ മുഹമ്മദ് ബിൻ ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വലാ നുളീഉ അജ്റൽ മുഹ്സിനീൻ ഐ വലാ നുബ്തിലു ജസാഅ അമലി മൻ അഹ്സന ഫഅതാഅ റബ്ബഹു വഅമില ബിമാ അമറഹു വൻതഹ അമ്മാ നഹാഹു അൻഹു. അല്ലാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കുകയും അല്ലാഹു ഹറാമാക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാരോ അവരുടെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം നാം പാഴാക്കുകയില്ല. കമാലം നുബ്തിൽ ജസാഅ അമലി യൂസുഫ ഇദ് അഹ്സന ഫഅതാഅ അല്ലാഹ് വകാന തംകീനുല്ലാഹി ലിയൂസുഫ ഫിൽ അർദ്. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് പറയുകയാണ്, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തപ്പോൾ കടുത്ത പരീക്ഷണങ്ങളുണ്ടായി. പക്ഷെ അവിടങ്ങളിലൊക്കെ അള്ളാഹുവിനെ അനുസരിച്ചു. ഹറാമിനുള്ള അവസരമുണ്ടായപ്പോൾ അതിൽ നിന്ന് മാറി നിന്നു. അതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്, പടച്ചറബിനെ പേടിച്ച് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കൽ. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹു വലിയ സ്ഥാനമാനങ്ങൾ നൽകി. തത്തുല്യമായി ആര് ചെയ്താലും അവർക്കൊക്കെ ഇതേപോലെ പ്രതിഫലം ലഭിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ന് ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല 57-ാമത്തെ ആയത്തിൽ പറയുന്നത്, വല അജ്റുൽ ആഖിറ, എന്നാൽ അറിയുക പരലോകത്തെ പ്രതിഫലം എന്നുള്ളത് തീർച്ചയായും വല അജ്റുൽ ആഖിറ, എന്നാൽ പരലോകത്തെ പ്രതിഫലം ഖൈറുൻ, അതാണ് ഏറ്റവും ഖൈറായത്, ലില്ലദീന ആമനു, ഈമാനുള്ള ആളുകൾക്ക്, സത്യവിശ്വാസികൾക്ക്, മുഅ്മിനുകൾക്ക് ഏറ്റവും ഖൈറായത് പരലോകത്തെ പ്രതിഫലമാണ്. വകാനൂ യത്തഖൂൻ, വകാനൂ യത്തഖൂൻ, ഇത്തഖാ യത്തഖി ഇത്തിഖാഅൻ, സൂക്ഷ്മത പാലിക്കുക, ഭയപ്പെടുക, വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്ത ആളുകൾ. ഇത് ഔലിയാക്കളുടെ 2 സിഫത്താണ്. ഒന്ന് ഈമാൻ, മറ്റൊന്ന് തഖ്വ. ഇത് രണ്ടും ഒരാൾക്കുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു വലിയാണ്. അതിനുള്ള തെളിവ് സൂറത്ത് യൂനുസിൽ നമ്മൾ പഠിച്ചതാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഒന്നും ഭയപ്പെടണ്ട, അവർക്ക് യാതൊരു സങ്കടവും വേണ്ട. അതാണ് യഥാർത്ഥ വിലായത്ത് എന്ന് പറയുന്നത്. ആരാണവർ? അല്ലദീന ആമനു വകാനു യത്തഖൂൻ, സത്യവിശ്വാസം സ്വീകരിക്കുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്തവർ. അതാണ് ഒരു വലിയനുള്ള 2 സിഫത്ത്. അങ്ങനെയുള്ളവർ മരിക്കുമ്പോഴാണ് മലക്കുകൾ വന്ന് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട. ഈ ആയത്തിൻ്റെ മറ്റൊരു തഫ്സീറാണ് ആ ആയത്ത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അതാണ് അല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്, തൗഹീദ് പ്രഖ്യാപിക്കുക. സുമ്മ ഇസ്തഖാമു, പിന്നീട് ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കുക. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്, അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ മരിക്കുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു, മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വന്നിട്ട് പറയും, നിങ്ങൾ പേടിക്കണ്ട, സങ്കടപ്പെടേണ്ട, ഈ മരിക്കുന്ന സമയത്ത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാ നിലക്കുമുള്ള ഖൈറുകളുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കും. അപ്പോൾ ഈമാനുള്ളവർക്കും തഖ്വയുള്ളവർക്കും പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലമാണ് ഏറ്റവും ഖൈറായത്. ദുനിയാവിൻ്റെത് ക്ഷണികമാണ്. അത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ദുആയിൽ കാണാം, ശേഷം വരുന്ന ആയത്തുകളിൽ അതുണ്ട്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അള്ളാഹുവേ, നീ എനിക്ക് ആധിപത്യം നൽകി, അഥവാ മുൽക്ക് നൽകി എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞതാണത്. മക്കന്നാലി യൂസുഫ് ഫിൽ അർദ് യതബവ്വഉ മിൻഹാ ഹൈസു യശാ. അതാണ് റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്. അത് ഇൽമാണ്. ഇത് രണ്ടും കൂടി ഉണ്ടായാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അതാണ്, ഇൽമുണ്ടാവുക. ഇൽമും അധികാരവും രണ്ടും ഒരുമിച്ച് വന്നാൽ അത് ഏറ്റവും വലിയ ഫളലായ ഒരവസ്ഥയാണ്. വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമാ. ഹുക്മും നൽകി, ഇൽമും നൽകി, പിന്നെയോ മുൽക്കും നൽകി. അൽഹംദുലില്ലാ. അത് ഇഹ്സാനിൻ്റെ ആളുകൾക്കുള്ള പ്രതിഫലമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്
നൽകുന്നതാണ്. പ്രവാചകന്മാർക്കൊക്കെ നൽകിയിട്ടുണ്ട്, സ്വാലിഹീങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, സഹാബത്തിന് നൽകിയിട്ടുണ്ട്, മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നൽകിയിട്ടുണ്ട്. എക്കാലഘട്ടത്തിലെയും മുസ്ലിമീങ്ങൾക്ക് ഈ ക്വാളിറ്റി ഉള്ളവരാണെങ്കിൽ അള്ളാഹു അത് നൽകുക തന്നെ ചെയ്യും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രവർത്തിച്ചാലും കുതന്ത്രങ്ങൾ മെനഞ്ഞാലും വിശ്വാസികൾ എന്നും ഉന്നതരായിരിക്കും. അവർ അതിജയിച്ച് നിൽക്കുക തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ദുനിയാവിലുള്ള നേട്ടങ്ങൾ അള്ളാഹു നൽകും. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും ഖൈറായത് എന്നെന്നും നിലനിൽക്കുന്ന നേട്ടമാണ്. വല അജ്റുൽ ആഖിറതി ഖൈറുൽ ലില്ലദീന ആമനു വകാനു യത്തഖൂൻ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൻ്റെ മറ്റൊരു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. വജാഅ ഇഖ്വതു യൂസുഫ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പരീക്ഷണ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. ആ പരീക്ഷണത്തിൻ്റെ തുടക്കം കുറിച്ചവർ ആരാണ്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങളാണ്. വജാഅ വന്നു, ഇഖ്വതു യൂസുഫ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ. അഖിൻ്റെ ജംആണ് ഇഖ്വ. ഇഖ്വതു യൂസുഫ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ വരികയാണ്. ഫദഖലു അലൈഹി, ദഖല യദ്ഖുലു ദുഖൂലൻ, ഫദഖലു അലൈഹി, അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ പ്രവേശിച്ചു. ഫഅറഫഹും, അദ്ദേഹം ഉടനെ തന്നെ അവരെ തിരിച്ചറിഞ്ഞു. അറഫ യഅരിഫു, തിരിച്ചറിയുക. ഫഅറഫഹും, എന്നാൽ വഹും, എന്നാൽ അവരാകട്ടെ ലഹു, അദ്ദേഹത്തെ മുൻകിറൂൻ, അവർക്ക് അപരിചിതമായിരുന്നു, മനസ്സിലായില്ല. അൻകറ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കുക, അപരിചിതത്വം തോന്നുക. അൻകറ യുൻകിറു ഇൻകാറൻ വഹുവ മുൻകിർ വഹും ലഹു മുൻകിറൂൻ. അവർക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ മനസ്സിലായില്ല, എന്നാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവരെ വേഗം മനസ്സിലായി. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രം പറയുന്നിടത്ത് നമുക്കറിയാം, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും നല്ലൊരവസ്ഥയിൽ വീട്ടിൽ നിൽക്കുന്ന സമയം, മാത്രമല്ല അത്ഭുതകരമായ ആ സ്വപ്നം കാണുകയും ആ സ്വപ്നത്തെക്കുറിച്ച് തൻ്റെ ഉപ്പയായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അത് പറയുകയും അള്ളാഹു നിന്നെ പ്രവാചകനാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന സന്തോഷവാർത്തയെല്ലാം അറിയിച്ച് നിൽക്കുന്ന മഹനീയമായ ഒരു സന്ദർഭത്തിലാണ് ഒരു ഫിത്ന എന്നോണം ഈ സഹോദരങ്ങൾ ഇടപെടുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ സഹോദരന്മാർ തെറ്റായ നിലക്കിടപെടുന്നത്. ആ ഇടപെട്ടത് മുതൽക്കാണ് പിന്നീട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരീക്ഷണ കാലഘട്ടം തുടങ്ങുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഏറ്റവും മഹനീയമായ ഒരവസ്ഥ നൽകുന്നിടത്തേക്ക്, അവിടേക്ക് എൻട്രി ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടത് ആര് തന്നെ? ഈ സഹോദരങ്ങളാണ്. അവർ തന്നെയാണ് അവിടേക്ക് വരേണ്ടത്, അവർ തന്നെയാണ് അത് കാണേണ്ടത്, അവർ തന്നെയാണ് അത് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ യൂസുഫ് നബിയുടെ അടുക്കിലേക്ക് വരുന്നതിനെക്കുറിച്ച് പറയുകയാണ്. അവർ അവിടെ വരാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 7 വർഷം സമൃദ്ധമായിരിക്കും, പിന്നീടുള്ള 7 വർഷം ഭൂമിയിൽ വളരെ വലിയ വരൾച്ചയുണ്ടാകും, ധാന്യങ്ങളിലും വിളവുകളിലുമൊക്കെ പോരായ്മകളുണ്ടാകും, മഴ കുറയും. അങ്ങനെ മഴ കുറഞ്ഞു, ധാന്യങ്ങളിലൊക്കെ കുറവുണ്ടായി. മിസ്റിന് പുറത്തുണ്ടായിരുന്ന ഫലസ്തീൻ, ഷാമിലുള്ള കനഅ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട്. യാക്കൂബ് നബി അവിടെയാണ് താമസിച്ചത്. അവിടേക്കും വരൾച്ച എത്തി. പക്ഷേ അവിടെയൊന്നും എന്തുണ്ടായിരുന്നില്ല, ആ രാജ്യങ്ങളിലൊന്നും ധാന്യമില്ല, ഭക്ഷണമില്ല. എന്നാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നേരത്തെ തന്നെ ധാന്യം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കാരണം വരൾച്ചയെ എങ്ങനെ നേരിടാം എന്നത് മുൻകൂട്ടി പ്ലാൻഡായിരുന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം രാജാവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വരൾച്ച വരുമ്പോൾ എന്ത് ചെയ്യണം, ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി ധാന്യം എങ്ങനെ സൂക്ഷിക്കണം എന്നൊക്കെ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് അതറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ, ഭക്ഷ്യവകുപ്പിൻ്റെ വിഷയത്തിൽ ഞാൻ അറിവുള്ള ആളാണ്, ഭക്ഷ്യവകുപ്പ് എന്നെ ഏൽപ്പിക്കണമെന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാനുള്ള കാരണം അദ്ദേഹത്തിന് ആ വിഷയത്തിൽ നല്ല കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് മിസ്റിൽ ഫുഡ് അവൈലബിളാണ്, മറ്റ് പരിസര നാടുകളിലൊന്നും ഭക്ഷണമില്ല.
അവർ ശേഖരിച്ച് വെച്ചിട്ടില്ല, അവർക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. പക്ഷെ മിസ്റിൽ പ്ലാനിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഭക്ഷണമുണ്ടായിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ മറ്റ് നാടുകളിൽ നിന്ന് ആളുകൾ ഭക്ഷണം വിലക്ക് വാങ്ങാൻ വേണ്ടി, വില കൊടുത്ത് വാങ്ങാൻ വേണ്ടി മിസ്റിലേക്ക് വന്നിരുന്നു. ആ വന്ന കൂട്ടത്തിൽ ആരുമുണ്ടായിരുന്നു? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങളും ഉണ്ടായിരുന്നു. അവർ ധാന്യങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അതാണ് അള്ളാഹു പറയുന്നത്, വജാഅ ഇഖ്വതു യൂസുഫ ഫദഖലു അലൈഹി. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് അവർ പ്രവേശിച്ചു. സ്വാഭാവികമായും അത് കൈകാര്യം ചെയ്യുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. തൻ്റെ സഹോദരങ്ങളെ കണ്ട മാത്രയിൽ ഫഅറഫഹും, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവരെ തിരിച്ചറിയാൻ പറ്റി. കുഞ്ഞുനാളിൽ തന്നെ തന്നേക്കാൾ മുതിർന്നവരെ ഓർത്തു വെക്കും. എന്നാൽ കുട്ടികൾക്ക് മാറ്റമുണ്ടാകുന്നത് വലിയ വ്യത്യാസത്തിലാണ് കുട്ടികൾക്ക് മാറ്റമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ശരീരത്തിലും മറ്റുമൊക്കെ വലിയ വ്യത്യാസമുണ്ടായി. മാത്രമല്ല, അവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു കുട്ടി ഒരു കൊട്ടാരത്തിലെ, മിസ്ർ എന്ന് പറയുന്ന ഒരു രാജ്യത്തിലെ വലിയ കൊട്ടാരത്തിൽ വലിയൊരു സ്ഥാനം വഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളത് അവർ പ്രതീക്ഷിക്കുന്നു പോലുമില്ല. അതുകൊണ്ട് തന്നെ ഫഅറഫഹും, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവരെ മനസ്സിലായി. എന്നാൽ വഹും ലഹു മുൻകിറൂൻ, അവർക്ക് അദ്ദേഹത്തെ മനസ്സിലായതേയില്ല, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ മനസ്സിലായില്ല. അങ്ങനെ അവർ വന്നു. അവർ കൊണ്ടുവന്ന വിലക്കനുസരിച്ച് ഓരോ ആളുകൾക്കും ഉള്ള ധാന്യങ്ങൾ അദ്ദേഹം തയ്യാറാക്കി നൽകി. വലമ്മ ജഹസഹും, ജഹസ യുജഹിസു തജ്ഹീസൻ. ജഹസ എന്ന് പറഞ്ഞാൽ വിഭവങ്ങളൊക്കെ ഒരുക്കി തയ്യാറാക്കി കൊടുക്കുക. വലമ്മ ജഹസഹും ബിജഹാസിഹിം, അവർ കൊണ്ടുവന്ന പാത്രങ്ങൾ, അതേപോലെ തന്നെ ധാന്യം ശേഖരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അവർ കൊണ്ടുവന്ന കാര്യങ്ങൾ, ഉപകരണങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് തയ്യാറാക്കി കൊടുത്തു. വലമ്മ ജഹസഹും ബിജഹാസിഹിം, അവർക്കുള്ള ഒരുക്കങ്ങളെല്ലാം അദ്ദേഹം ഒരുക്കി കൊടുക്കുകയും അവർക്കുള്ള അളവുകളൊക്കെ അളന്നു കൊടുക്കുകയും ചെയ്തപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഈതൂനി ബി അഖില്ലക്കും മിൻ അബീക്കും, നിങ്ങളുടെ ഉപ്പ വഴിക്കുള്ള നിങ്ങളുടെ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരണം. അതാബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ഈതൂനി, എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരണം, ബി അഖില്ലക്കും, നിങ്ങൾക്കുള്ള സഹോദരനെ. എങ്ങനെ? മിൻ അബീക്കും, ഉപ്പ വഴിക്ക്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 2 ഭാര്യമാരുണ്ട്. അതിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും ബെന്യാമീനും ഒരു ഭാര്യയിലുള്ളതാണ്. മറ്റുള്ളവർ അവരുടെ ഉമ്മ വേറെയാണ്, ഉപ്പ ഒന്നാണ്. അതുകൊണ്ടാണ് ഉപ്പ വഴിക്കുള്ള സഹോദരൻ എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നേരെ അനുജൻ, ഒരു ഉമ്മയിലുള്ള നേരെ അനുജനാണ് ആര്? ബിന്യാമീൻ. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അനുജനെ അറിയാം. അതുകൊണ്ട് തന്നെ തൻ്റെ അനുജനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടും വേറെ ചില തന്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉള്ളതുകൊണ്ടും അദ്ദേഹം പറഞ്ഞു, ഈ തൂനി ബി അഖില്ലക്കും മിൻ അബീക്കും, നിങ്ങളുടെ ഉപ്പ വഴിക്കുള്ള സഹോദരനെ നിങ്ങൾ കൊണ്ടുവരണം. അലാ തറൗൻ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? അലാ തറൗന അന്നി, തീർച്ചയായും ഞാൻ, ഊഫിൽ കൈല, ഔഫ യൂഫി ഈഫ എന്ന് പറഞ്ഞാൽ പൂർത്തീകരിച്ച് നൽകുക. കൈൽ എന്ന് പറഞ്ഞാൽ അളവ്, അളക്കുക, തൂക്കുന്നതല്ല, അളക്കുന്നതിനാണ് കൈൽ എന്ന് പറയുന്നത്. തൂക്കുന്നത് മീസാനാണ്. അൽ കൈൽ, നമ്മൾ മലയാളത്തിൽ കൈൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അറബി വേർഡാണ്. ഞാൻ അളവ് പൂർത്തീകരിച്ച് കൊടുക്കുന്ന ആളാണെന്ന് നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ സാക്ഷികളാണ് അതിന്. മാത്രമല്ല വ അന, ഞാൻ ഖൈറുൽ മുൻസിലീൻ, നന്നായി സൽക്കരിക്കുന്ന ആളാണെന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അൻസല യുൻസിലു ഇൻസാലൻ, സൽക്കരിക്കുക എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. വ അന ഖൈറുൽ മുൻസിലീൻ, ഞാൻ നന്നായി സൽക്കരിക്കുന്ന ആളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അതേപോലെ തന്നെ ഞാൻ അളവ് കുറയ്ക്കാത്ത ആളാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരണം. തഫ്സീറുകളിൽ കാണാം, മറ്റു പല അറിവിൻ്റെ സ്രോതസ്സുകളുടെ പിൻബലത്തോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇവരെ മനസ്സിലായ സന്ദർഭത്തിൽ മെല്ലെ മെല്ലെ അവരിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി.
അപ്പോൾ അവരിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഏകദേശം ഒരേപോലെ ഉള്ള ചെറുപ്പക്കാരാണല്ലോ, മാത്രമല്ല നല്ല യുവാക്കളും നല്ല യോദ്ധാക്കളും നല്ല ശരീരത്തിന് ആരോഗ്യമൊക്കെ ഉള്ള ആളുകളാണ്. നിങ്ങൾക്ക് ഈ നാട്ടിൽ എന്തോ ഒരു ഗൂഢപദ്ധതിയുണ്ട്. നിങ്ങളുടെ ഓരോ ആളുകളുടെ പിറകിലും ഓരോ സൈന്യമുണ്ട്, ബറ്റാലിയനുണ്ട്. നിങ്ങൾ ഈ നാടിനെ ആക്രമിക്കാൻ വന്നതാണെന്ന് ഞാൻ സംശയിക്കുന്നു എന്നുള്ള നിലക്കൊക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് സംസാരിച്ചു. നേർക്ക് നേരെ വിവരങ്ങൾ ചോദിക്കുന്നതിന് ചിലപ്പോൾ അവർ ഇൻഫർമേഷൻ കൊടുത്തു എന്ന് വരില്ല, മറിച്ച് അവരോട് ഈ നിലക്ക് പറഞ്ഞു, നിങ്ങളെന്തോ ഒരു ഗൂഢ ഉദ്ദേശം നിങ്ങൾക്കിവിടെ ഉണ്ടല്ലോ, നിങ്ങളുടെ പിറകിൽ വേറെ സൈന്യങ്ങളുണ്ടോ, നിങ്ങൾ ഈ നാട്ടിൽ അക്രമം നടത്താൻ വേണ്ടി വന്നവരാണോ, കാരണം നിങ്ങളെല്ലാവരും നല്ല ആരോഗ്യവാന്മാരാണ് എന്നൊക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ അവർ അവരുടെ ഹിസ്റ്ററി കംപ്ലീറ്റ് പറയുകയുണ്ടായി. ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇതൊന്നും പറയാതെ തന്നെ കാര്യം അറിയാം. പക്ഷെ അത് അങ്ങോട്ട് പറഞ്ഞാൽ അവർക്ക് ആളെ മനസ്സിലാവരുത്. അപ്പോൾ അവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കി പറയുന്ന ആളെപ്പോലെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞല്ലോ ഉപ്പാക്ക് 2 ഭാര്യമാരുണ്ട്, അതിൽ ഒന്നിൽ 10 മക്കളും രണ്ടാമത്തതിൽ 2 മക്കളുമാണ്, അതിൽ ഒരാളെ വനമധ്യത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്നൊക്കെ അവർ പറഞ്ഞു. അവർ ചെയ്തതാണെന്ന് പറഞ്ഞില്ല, പൊട്ടക്കിണറ്റിൽ അവരിട്ടതാണെന്ന് പറഞ്ഞില്ല, ഒരു മകനെ നഷ്ടപ്പെട്ടു, ഒരാൾ അതിൽ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ സഹോദരനെ നിങ്ങൾ കൊണ്ടുവരൂ. അപ്പോൾ അവരിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്തിട്ട് ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ള നിലക്കാണ് പറഞ്ഞത്. വലമ്മ ജഹസഹും ബിജഹാസിഹിം, അവർക്കുള്ള അളവുകളൊക്കെ തൂക്കിക്കൊടുത്ത് ഒരുങ്ങിയതിന് ശേഷം പറഞ്ഞു, ഖാല ഈതൂനി ബി അഖില്ലകും മിൻ അബീകും, നിങ്ങളുടെ ഉപ്പ വഴിക്കുള്ള സഹോദരനെ അടുത്ത വരവിൽ നിങ്ങൾ കൊണ്ടുവരണം, ഇനി വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരണം. അലാ തറൗന, നിങ്ങൾ കണ്ടില്ലേ, അന്നി ഊഫിൽ കൈൽ, ഞാൻ അളവ് പൂർത്തീകരിച്ച് നൽകുന്ന ആളാണ് എന്ന്. കാരണം അദ്ദേഹം നിശ്ചയിച്ചത് വരൾച്ചയുടെ കാലഘട്ടമാണല്ലോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത്ര വിഭവങ്ങളുമായി പോകാൻ അനുവാദമല്ല. വില കൊടുത്ത് വാങ്ങുന്നതാണെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് ഒരു ഒട്ടകപ്പുറത്ത് കൊണ്ടുപോകാവുന്ന വിഭവങ്ങൾ അത്രേ കൊടുക്കൂ. ഒരു വ്യക്തിക്ക് ഒരു ഒട്ടകപ്പുറത്ത് കൊണ്ടുപോകാവുന്ന ധാന്യങ്ങളെ കൊടുക്കൂ. വില കൊടുത്താണെങ്കിലും അത്രേ കൊടുക്കൂ. കാരണം എല്ലാവരിലേക്കും എത്തണം, എല്ലാ നാട്ടിലേക്കും എത്തണം. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഒരു ഒട്ടകപ്പുറത്ത് കൊണ്ടുപോകാവുന്ന ധാന്യങ്ങൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കുട്ടി വീട്ടിലിരിക്കല്ലേ, അവന് കൂടി വന്നാൽ ഒരൊട്ടകപ്പുറത്തേക്കുള്ള ധാന്യം കൂടി നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാമല്ലോ. ഞാനാകട്ടെ ഒരാൾക്ക് ഒരു ഒട്ടകപ്പുറത്ത് ധാന്യം എന്നുള്ള നിലക്ക് കൊടുക്കുന്ന ആളാണ്. വ അന ഖൈറുൽ മുൻസിലീൻ, ഞാൻ വളരെ നന്നായി സൽക്കരിക്കുന്ന ആളുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ. അതുകൊണ്ട് അടുത്ത വരവിൽ നിങ്ങളുടെ സഹോദരനെ കൂടി കൊണ്ടുവന്നാൽ ഒരൊട്ടകപ്പുറത്തേക്കുള്ള ധാന്യം ആ സഹോദരന് കൂടി കിട്ടും. അതുകൊണ്ട് അടുത്ത വരവിൽ നിങ്ങൾ അവനെ കൊണ്ടുവരണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, അത് ഒരു നിർദ്ദേശം മാത്രമാണല്ലോ, അങ്ങനെ കൊണ്ടുവരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾക്കത് വേണ്ട എന്ന് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ തീരുമാനിക്കാം, ഞങ്ങൾക്ക് ഇത്ര മതി എന്ന് അവർക്ക് തീരുമാനിക്കാം, നിർബന്ധം പറയാൻ പറ്റൂല. അതുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അടുത്ത വാക്ക് ഉപയോഗിച്ചു. എന്താണത്? ഫഇല്ലം തഅ്തൂനി ബിഹി, ഇനി നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഫലാ കൈല ലക്കും ഇൻദി, ഇനി നിങ്ങൾക്ക് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ധാന്യം തരികയില്ല, എൻ്റെ അടുക്കൽ നിങ്ങൾക്കുള്ള ധാന്യമില്ല, നിങ്ങൾക്കുള്ള അളവ് എൻ്റെ അടുക്കൽ ഉണ്ടാവൂല. വലാ തഖറബൂൻ, നിങ്ങൾക്ക് എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ അടുക്കാൻ പോലും പാടില്ല. മിസ്റിലേക്ക് അതല്ലെങ്കിൽ യൂസുഫ് നബിയുടെ അടുക്കലേക്ക് നിങ്ങൾ അടുക്കാൻ പോലും പാടില്ല. ഖരിബ യഖറബു ഖുർബൻ വ ഖുർബാന ഫഹുവ ഖരീബുൻ ഫലാ തഖറബൂൻ, നിങ്ങൾ ഈ നാട്ടിലേക്ക് തന്നെ വരരുത്, നിങ്ങൾ മിസ്റിലേക്ക് വരരുത്, എൻ്റെ അടുത്തേക്ക് വരരുത്, നിങ്ങൾക്ക് അളവുണ്ടാവില്ല. ഫഇല്ലം തഅ്തൂനി ബിഹി, നിങ്ങൾ ആ സഹോദരനെയും കൊണ്ട് വരുന്നില്ലെങ്കിൽ ഫലാ കൈല ലക്കും, നിങ്ങൾക്ക് അടുത്ത തവണ ധാന്യമില്ല, അളവില്ല. ഇൻദി, എൻ്റെ അടുക്കൽ. വലാ തഖറബൂൻ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് അടുത്തു പോകാൻ വരെ പാടില്ല. തഫ്സീറുകളിൽ കാണാം, അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അതും ഒരു തന്ത്രപൂർവമാണ്. എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ഹിസ്റ്ററി പറഞ്ഞു, ഇത് സത്യമാണോ എന്നറിയണമെങ്കിൽ എനിക്ക് ആ സഹോദരനെ നേരിട്ട് കാണണം, എനിക്ക് ആ സഹോദരനെ നേരിട്ട് കണ്ടാലേ നിങ്ങൾ പറഞ്ഞ ഹിസ്റ്ററി ഞാൻ വിശ്വസിക്കുള്ളൂ.
അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തോ കളവ് പറയുകയാണ് എന്നെനിക്ക് ബോധ്യപ്പെടും. ആ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് ധാന്യം തരൂല, നിങ്ങൾക്ക് വിൽക്കൂല. അദ്ദേഹത്തിന് തീരുമാനിക്കാൻ അധികാരമുണ്ട്. ആ ഭക്ഷ്യവകുപ്പിൻ്റെ പൂർണ്ണ നിയന്ത്രണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ്. ആ നിലക്കാണ് അദ്ദേഹം പറഞ്ഞത്, ഫഇല്ലം തഅ്തൂനി ബിഹി ഫലാ കൈല ലക്കും ഇൻദി വലാ തഖറബൂൻ. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, സനുറാവിദു അൻഹു അബാഹ്. റാവദ യുറാവിദു മുറാവദ, ശക്തമായി പ്രേരിപ്പിക്കുക, ശക്തമായ പ്രലോഭനം നൽകുക. അതിനാണ് റാവദ എന്ന വേർഡ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഖാലു, അവർ പറഞ്ഞു, സനുറാവിദു അൻഹു അബാഹ്, അവൻ്റെ ഉപ്പയോട് ഞങ്ങൾ മാക്സിമം പ്രേരിപ്പിക്കാം. വ ഇന്ന, നിശ്ചയമായും ഞങ്ങൾ ലഫാഇലൂൻ, ഞങ്ങളങ്ങനെ ചെയ്യുക തന്നെ ചെയ്യും, ഞങ്ങളങ്ങനെ ചെയ്യും, ഞങ്ങൾ ശക്തമായി പ്രേരിപ്പിക്കാം. അങ്ങനെ പറയാനുള്ള കാരണം ഒറ്റ വാക്കിൽ അനുജനെ വിട്ടുകിട്ടുകയില്ല. കാരണം അവർക്കറിയാം അതിനു മുമ്പ് ഇതേപോലെ പറഞ്ഞിട്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ടുപോയത്. അന്ന് ഉപ്പ ശക്തമായി പറഞ്ഞു, കൊണ്ടുപോകരുത്, അവനെ ചെന്നായ പിടിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതെല്ലാം പറഞ്ഞിട്ടും ഞങ്ങൾ കൊണ്ടുപോയി അപകടത്തിൽപ്പെടുത്തി. അത് ഉപ്പയുടെ മനസ്സിലുണ്ട്. ആ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നേരെ അനുജനാണ് ബിനിയാമീൻ. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കൂടുതൽ സ്നേഹമുള്ള, യൂസുഫ് നബി കഴിഞ്ഞാൽ പിന്നെ സ്നേഹം അദ്ദേഹത്തിന് തോന്നിയിരുന്ന മകനുമാണ്. അതുകൊണ്ട് തന്നെ അവനെ അത്ര പെട്ടെന്ന് വിട്ടുകിട്ടുക എന്നുള്ളത് ശ്രമകരമായൊരു കാര്യമാണ്. എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യുക തന്നെ ചെയ്യും എന്ന് അവർ പറയുകയും ചെയ്തു. ഖാലു, അവർ പറഞ്ഞു, സനുറാവിദു അൻഹു അബാഹു, അവൻ്റെ ഉപ്പയോട് ഞങ്ങൾ ശക്തമായി അവനെ വിട്ടുകിട്ടാൻ വേണ്ടി പ്രേരിപ്പിക്കാം. വ ഇന്നാ ലഫാഇലൂൻ, തീർച്ചയായും ഞങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ്. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട, അതല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ അവസാന ഘട്ടങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. അതിലേക്കുള്ള പശ്ചാത്തലങ്ങളും മറ്റു സംഭവങ്ങളും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നിമിത്തങ്ങളും അത്ഭുതകരമാണ്. അതുകൊണ്ടാണ് മുഫസ്സിരീങ്ങളും ഫുഖഹാക്കളും അതേപോലെ തന്നെ ആരിഫീങ്ങളും ആലിമീങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യം, റഹ്മാനായ റബ്ബിൻ്റെ പ്ലാനിങ്ങുകളെക്കുറിച്ച് നമുക്ക് വളരെ കുറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. എവിടെയോ കിടക്കുന്ന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എത്തണം. അത് എങ്ങനെ എത്തും, എങ്ങനെ ഈ ഇൻഫർമേഷൻ അവിടേക്ക് എത്തും? അതേപോലെ തന്നെ നമുക്ക് കാണാം, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമ കുട്ടിയായിരിക്കെ കണ്ട സ്വപ്നത്തിലുള്ളത് എന്താണ്? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി ഖദറാക്കിയിട്ടുണ്ട്. ഈ ഖദറിലേക്കുള്ള യാത്രയാണ് സംഭവിക്കുന്നത്. കാരണം സഹോദരങ്ങൾ അവിടെ പോവണം, യൂസുഫ് നബിയെ പിന്നീട് തിരിച്ചറിയണം, പിന്നീട് മടങ്ങിപ്പോയി ഉപ്പയെയും ഉമ്മയെയും മറ്റു സഹോദരങ്ങളും ഒരുമിച്ച് മിസ്രിലേക്ക് വരണം, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആദരവിൻ്റെ സുജൂദ് ചെയ്യണം. ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങളാണ് നിശ്ചയിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു വരൾച്ചയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു വരൾച്ച നൽകി. ആ വരൾച്ച ഉള്ളത് കൊണ്ടാണ് ധാന്യം തേടി അവർ വന്നത്. ഇല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ട് യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ടൂർ പോകുന്ന കാലഘട്ടമൊന്നുമല്ല. അങ്ങനെ ഒരു യാത്ര ചെയ്ത് കൊട്ടാരത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എല്ലാ വിഷയത്തിലും റഹ്മാനായ റബ്ബിന് ചില ഖദറുകളുണ്ട്. അതുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിക്കുന്ന ഘട്ടം, മദിയനിൽ 10 വർഷം ആടിനെ മേച്ച് കുടുംബത്തെയും കൊണ്ട് പോവാണ്. അപ്പോൾ ചരിത്രത്തിൽ എത്ര കാലഘട്ടം കഴിഞ്ഞു പോയി. ജനിച്ച ഉടനെ പരീക്ഷണങ്ങളാണ്. ശ്രദ്ധിക്കണം, ജനിച്ച ഉടനെ കൊന്നുകളയുമെന്ന് ഭയപ്പെട്ടിട്ട് ഉമ്മയോട് പറയുകയാണെന്ത്, മൂസാ നബിയുടെ കാര്യത്തിൽ ഭയപ്പാടുണ്ടെങ്കിൽ ഒരു പെട്ടിയിലാക്കണം, എന്നിട്ട് ആ പെട്ടിയെ നദിയിലേക്ക് ഒഴുക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫിർഔനിൻ്റെ ഭാര്യ എവിടെയാണോ ഉള്ളത് അവിടെ എത്തിയപ്പോൾ പുഴയോട് പറഞ്ഞു ആ പെട്ടിയെ കരക്കേക്ക് അടുപ്പിക്കുക. അതുവരെ കരക്കേക്ക് പോയില്ല. കുട്ടിയെ കരക്കടുപ്പിച്ചത് പുഴയാണ്.
അവിടെ യമ്മു എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത്. പുഴ കുട്ടിയെ കരക്കേക്ക് അടുപ്പിച്ചു അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം. പിന്നീട് അവിടുന്ന് വളർന്ന് വലുതായി മനഃപൂർവ്വമല്ലാത്തൊരു കൊലപാതകം സംഭവിച്ചു. മദീനയിലേക്ക് പലായനം ചെയ്തു. മദീനയിലെത്തി 10 വർഷം ആടിനെ മേയ്ക്കാമെന്നുള്ള മഹർ നിശ്ചയിച്ച് അവിടുന്ന് കല്യാണം കഴിച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ തൂർ പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ നിന്നൊരു പ്രകാശം കണ്ട് ആ പ്രകാശത്തിൻ്റെ അടുക്കിലേക്ക് പോയതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് സുമ്മ ജിഅ്ത അലാ ഖദരി യാ മൂസ, ഓ മൂസ, ഞാൻ മുൻകൂട്ടി ഖദറാക്കിയത് പ്രകാരം താങ്കൾ നമ്മുടെ അടുക്കലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൻ്റെ ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നാം മുഹ്സിനീങ്ങളാണെങ്കിൽ, ഇഖ്ലാസുള്ളവരാണെങ്കിൽ, മുഅ്മിനുകളാണെങ്കിൽ, മുത്തഖീങ്ങളാണെങ്കിൽ നമ്മെ എത്തിക്കേണ്ട ഒരു സ്ഥാനത്തെക്കുറിച്ച് അള്ളാഹു ഖദറാക്കിയിട്ടുണ്ട്. ഇൻഷാ അള്ളാഹു അതവിടെ നമ്മെ എത്തിക്കുക തന്നെ ചെയ്യും. ആത്യന്തികമായി നമുക്കെത്താനുള്ളത് എവിടെയാണ് പ്രിയപ്പെട്ടവരെ? സ്വർഗലോകത്താണ്, സ്വർഗത്തിലാണ്. അതാണ് ഏറ്റവും വലിയ ലക്ഷ്യമെന്നുള്ളത്. ഇൻഷാ ഈമാനും തഖ്വയുമുള്ളവർക്ക് തീർച്ചയായും ആ സ്വർഗത്തിൽ പ്രവേശിക്കാം. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് പ്രാർത്ഥനയോടുകൂടി ജീവിതത്തെ വളരെ പോസിറ്റീവായി, ജീവിതത്തിലെ പരീക്ഷണങ്ങളെയെല്ലാം പോസിറ്റീവായി കാണണം എന്നുള്ള അതുല്യമായ സന്ദേശങ്ങളാണ് ഈ ചരിത്ര സംഭവം വിശദീകരിക്കുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അറിവ് നേടുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി നേരത്തെ ഓർമ്മപ്പെടുത്തിയതാണ് അറബി ഭാഷാ പഠനം. അതിൻ്റെ പ്രാധാന്യം നാം